എല്ലാവർക്കും LDCയുടെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിവിഷൻ എന്ന് പറഞ്ഞാൽ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് കേരള ഭരണരംഗം സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2021, 22, 23, 24 ഏരിയയിൽ ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDC ലെവലിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഇത് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് വെറുതെ പറഞ്ഞു പോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റോടെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതൊന്ന് പ്രയോജനപ്പെടുത്തുക. എക്സാം പോകുന്നവർ ഭരണരംഗം പോലുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തായിരിക്കും ഇനി വരുന്ന എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 5 മാർക്കാണ്, വെറുതെ കളയാൻ സാധിക്കില്ല. നമുക്ക് 5 മാർക്ക് നമുക്ക് നേടിയേ പറ്റൂ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണണം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ബെല്ലൈക്കണിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യണം ടെലഗ്രാം ചാനലിലൂടെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കേരള ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള നമ്മുടെ റിവിഷൻ സീരീസ് എല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ് വിട്ടിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കൊടുക്കാം. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഏതാണെന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? നഗരങ്ങളിലേക്ക് എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഇതിന് ആൻസർ ചെയ്താൽ വരുന്നത് ഓപ്ഷൻ ബി, എൻ്റെ കൂട് പദ്ധതിയാണ്. ഇത് നമ്മൾ അധികം മാധ്യമ ശ്രദ്ധ ആകർഷിച്ചൊരു പദ്ധതിയാണ്. ഒരിടയ്ക്ക് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, ടി വിയിലൊക്കെ കാണിച്ചില്ലേ, തിരുവനന്തപുരം KSRTC സ്റ്റാൻഡിന് മേളിലല്ലേ എൻ്റെ കൂട് പദ്ധതിയുടെ ഇതൊക്കെ TV കാണിച്ചായിരുന്നു. അപ്പം ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള, നഗരങ്ങളിലേക്ക് എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള പദ്ധതിയാണ് എൻ്റെ കൂട്. ഓർക്കുക. അപ്പോൾ എൻ്റെ വീട് പദ്ധതി എന്താണ്? എൻ്റെ വീട് പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ OBC വിഭാഗമില്ലേ, അതൊരു ബാക്ക്വേർഡ് ക്ലാസ്. അതായത് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് കമ്മീഷനിലെ OBCയിൽ പെട്ടവർക്ക് ഭവന വായ്പ നൽകുന്നൊരു പദ്ധതിയാണ് എൻ്റെ വീട് പദ്ധതി. അപ്പോൾ OBCക്കാർക്ക് ഭവന വായ്പ നൽകുന്ന പദ്ധതിയാണ് ഈ എൻ്റെ വീട് പദ്ധതി. അതുപോലെ തന്നെ ആശ്രയം എന്ന് പറഞ്ഞ പദ്ധതി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ്. സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണ് ആശ്രയം പദ്ധതി. അതിദാരിദ്ര്യർക്ക് നൽകുന്ന പദ്ധതിയാണ് ആശ്രയം പദ്ധതി. മറക്കല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എൻ്റെ കൂട് പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതികളെല്ലാം മാക്സിമം നോക്കിയിട്ട് വേണം. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് കറണ്ട് അഫെയറിനകത്താണ് ഇട്ടിട്ടുള്ളത്. കറണ്ട് അഫെയർ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റിലാണ് അത് കിടക്കുന്നത്. മാക്സിമം എല്ലാവരും ഒന്ന് പോയി കാണാൻ ശ്രമിക്കണേ. ക്ലാസ് കഴിഞ്ഞിട്ട് കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാത്തിൻ്റെ ആസ്ഥാനങ്ങൾ, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദുരന്ത നിവാരണ അതോറിറ്റി നമ്മുടെ സിലബസിൽ മെയിനായിട്ട് കിടക്കുന്നതാണ് ഈ കേരള ഭരണരംഗത്ത് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം ഏതൊരു LDC എക്സാമിനും വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അതിനകത്തിലെ ചോദ്യം 1 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കാനുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മളതിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആസ്ഥാന ഭവനം അറിയപ്പെടുന്നത് തന്നെ KSDMയുടെ ആസ്ഥാന ഭവനം അറിയപ്പെടുന്ന ഒബ്സർവേറ്ററി ഹിൽസ് ആണ്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക എന്നല്ലേ. അപ്പോൾ ദുരന്തം വരുന്നതിനെ നിരീക്ഷിക്കുന്ന ഭവനാണെന്ന് ഓർത്ത് വെച്ചോ. ഒബ്സർവേറ്ററി ഹിൽസ് ആണ് നമ്മുടെ തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഒബ്സർവേറ്ററി ഹിൽസ് ആണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. അത് നമ്മളിപ്പം പറഞ്ഞല്ലോ തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ എപ്പോഴും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോട്ടോ ഉണ്ട്. മോട്ടോ ഇടയ്ക്കിടയ്ക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സുരക്ഷായാനം എന്നാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ. ആപ്തവാക്യമാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്താണ്, അഥവാ മോട്ടോ എന്താണ്? സുരക്ഷായാനം. മറക്കല്ലേ, സുരക്ഷായാനം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ് വരുന്നത്. അതുപോലെ തന്നെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. ഇത് നിങ്ങൾ തറവാക്കി വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കുവേ.
ചെയർമാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയായിരിക്കും. ഇത് ഓർക്കാനും ഒരു എളുപ്പമുണ്ട്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മളിപ്പോൾ എന്തൊരു ദുരന്തം നടന്നാലും ആദ്യം നമ്മുടെ റവന്യൂ മന്ത്രി വന്നല്ലേ മീഡിയാസിന് മുമ്പിൽ കാര്യങ്ങൾ പറയുന്നത്, മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ്. അപ്പോൾ അത് തന്നെ ഓർത്ത് വെച്ചോ, ചെയർമാൻ ഇല്ലാത്തപ്പോൾ വൈസ് ചെയർമാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം ചെയർമാൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയും, ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ മുഖ്യമന്ത്രി. പിന്നെ അതിനകത്ത് കുറച്ച് അംഗങ്ങളുണ്ട്. അംഗങ്ങളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കേണ്ടതുമാണ്. അപ്പം അംഗങ്ങളായിട്ട് വരുന്ന ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ കൃഷിമന്ത്രി വരുവേ. ഇവരെ അതായത് മുഖ്യമന്ത്രി, ചെയർമാനും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയും, അംഗങ്ങളിൽ ഒരു മന്ത്രി വരുന്നത് കൃഷിമന്ത്രിയാണ്. അടുത്ത അംഗങ്ങളൊന്ന് കൃഷിമന്ത്രി. പിന്നെ ഇതിൻ്റെ CEO ഉണ്ട്. CEO വരുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. CEO വരുന്നത് ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO ആയിട്ട് വരുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കൺവീനറായിട്ട് വരുന്നത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ട്. അഡീഷണൽ സെക്രട്ടറി ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ, ആഭ്യന്തരത്തിലെ അഡീഷണൽ സെക്രട്ടറി. അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ ഹെഡും ഉണ്ട്. അപ്പോൾ ഇത്രയും പേരായിരിക്കും അംഗങ്ങളായിട്ട് വരുന്നത്. ഒന്നുകൂടെ പറയാം, ചെയർമാൻ മുഖ്യമന്ത്രിയാണ് വരുന്നത്, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ് വരുന്നത്, അംഗങ്ങളിലെ ചീഫ് CEO ആയിട്ട് വരുന്നത് ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കൺവീനറായിട്ട് വരുന്നത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അംഗങ്ങളിൽ വരുന്ന മറ്റൊരു മന്ത്രിയാണ് കൃഷിമന്ത്രി. അതുപോലെ തന്നെ അഡീഷണൽ സെക്രട്ടറി ഹോം ഡിപ്പാർട്ട്മെൻറ്റിലെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലെ ഹെഡും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ ലോഗോയും ഒന്ന് അറിഞ്ഞിരിക്കണേ. ലോഗോ എന്ന് പറഞ്ഞാൽ 24 സ്പോക്സ് ഉള്ള, അതായത് 24 മണിക്കൂറും ഉള്ള ഒരു വട്ടത്തിലുള്ളൊരു സംഭവമാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറ്റുമെങ്കിൽ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തേക്കാം. ഗൂഗിളിൽ വരുന്നൊരു പിക്ചറാണ്, റൗണ്ട് തരത്തിലുള്ള. അതിനകത്ത് കേരളം നിൽക്കും, കേരളത്തിൻ്റെ അപ്പുറം ഇപ്പുറം 2 കൈകൾ നിൽക്കും. അപ്പോൾ 24 സ്പോക്സ്, അതായത് 24 മണിക്കൂറോളം നമ്മൾ സുരക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ള ഇതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ അതിൻ്റെ പിക്ചർ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാമേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കി വെക്കണം. പിന്നെ ഇനി ഇതിനകത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദുരന്തങ്ങൾ 2 തരത്തിലുണ്ട്. ദേശീയ തലത്തിലും ഉണ്ട്, സംസ്ഥാന തലത്തിലും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ദേശീയ തലത്തിൽ അറിയിപ്പ് ലഭിച്ച ദുരന്തങ്ങൾ, അതായത് ദേശീയ തലത്തിലെ അറിയിപ്പ് ലഭിച്ച ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ആദ്യം വരുന്നത് പ്രളയം അഥവാ വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. വരൾച്ച, ചുഴലിക്കാറ്റ്, ഭൂകമ്പം, മേഘവിസ്ഫോടനം, സുനാമി, ആലിപ്പഴ കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ തീപിടുത്തം, കീടങ്ങളുടെ ആക്രമണം, അതുപോലെ തന്നെ തണുത്ത തരംഗം അഥവാ മഞ്ഞ്, അതുപോലെ തന്നെ ഹിമപാതം, കോവിഡ്-19 ഈയിടയ്ക്കാണ് കോവിഡ്-19 വന്നത്. അത് ഇത്ര നമുക്ക് ദേശീയ തലത്തിൽ അറിയിപ്പ് ലഭിച്ച ദുരന്തങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമുക്ക് ചോദിക്കുന്നത് കേരള, അതായത് സംസ്ഥാന പ്രത്യേക ദുരന്തങ്ങൾ, ആ സംസ്ഥാന പ്രത്യേക ദുരന്തങ്ങളിൽ നിന്നായിരിക്കും നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഈ ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബേസ് ചെയ്ത്. അത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തങ്ങളായിട്ട് വരുന്നത് തീരദേശ മണ്ണൊലിപ്പ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, തീരദേശത്ത് മണ്ണൊലിപ്പ് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം തീരദേശത്തൊക്കെ ഭയങ്കര വിഷയമില്ലായിരുന്നു, മീഡിയയിലൊക്കെ വന്നില്ലേ. അപ്പം സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തങ്ങളിൽ ഒന്ന് വരുന്നത് തീരദേശ മണ്ണൊലിപ്പാണ്. അതുപോലെ തന്നെ 2 വരുന്നത് ഇടിമിന്നലാണ്. കാരണം നമ്മുടെ ഇവിടെയാണ് ഇടിമിന്നലും കാര്യങ്ങളൊക്കെ കൂടുതൽ, ഇടിമിന്നലാണ്. അതുപോലെ തന്നെ ശക്തമായ കാറ്റാണ് വരുന്നത്, ചുഴലിക്കാറ്റല്ല, ശക്തമായ കാറ്റ്. അതുപോലെ തന്നെ മണ്ണ് പൈപ്പിങ്, അതുപോലെ തന്നെ സൂര്യതാപം, അതുപോലെ തന്നെ മനുഷ്യ-മൃഗ സംഘർഷം. അപ്പോൾ ഈ മനുഷ്യ-മൃഗ സംഘർഷം എന്ന് പറഞ്ഞാൽ പ്രത്യേക ദുരന്തം ഈ അടുത്ത കാലത്താണ് സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തമായിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ നിലവിലിപ്പോൾ സംസ്ഥാനത്തെ പ്രത്യേക ദുരന്തങ്ങളുടെ എത്ര എണ്ണമാണ്? 6 എണ്ണമാണ് വരുന്നത്. മറക്കല്ല്, തീരദേശ മണ്ണൊലിപ്പ്, ഇടിമിന്നൽ, അതുപോലെ തന്നെ ശക്തമായ കാറ്റ്, മണ്ണ് പൈപ്പിങ്, അതുപോലെ തന്നെ സൂര്യതാപം, അതുപോലെ തന്നെ മനുഷ്യ-മൃഗ സംഘർഷം. ഇത്രയും കാര്യങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, മറക്കല്ലേ. അടുത്തത് സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇവിടെയും ആൻസർ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ സി മുഖ്യമന്ത്രിയാണ് വരുന്നത്. അത് നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രി ആയിരിക്കുമല്ലോ. അടുത്തത് ഈ 2 മാസം മുമ്പ് നടന്നൊരു LDC വേരിയസ് ആയിട്ടുള്ള എക്സാം ഇല്ലായിരുന്നു, അതിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 2024 തണ്ണീർത്തട LDC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം ആയിരുന്നു ഈ 2 മാസം മുമ്പ് നടന്നത്. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക.
ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ആയിട്ട് വരുന്നത്. അതല്ല നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതുപോലെ തന്നെ പ്രമേയങ്ങളുമായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് ഇട്ടിരുന്നു. അത് നമ്മുടെ കറണ്ട് അഫെയർ സീരീസിലാണ് അത് കിടക്കുന്നത്. മാക്സിമം അതൊന്ന് എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് പോയി കാണാൻ ശ്രമിക്കുക. അതായത് 27 എക്സാം ഉള്ളവർ പെട്ടെന്ന് തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അതിന് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രമേയങ്ങളും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനോട്ട്, കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി നവജീവനാണ്. അപ്പോൾ എന്താണ്? കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഓപ്ഷൻ സി നവജീവനെ. മറക്കല്ലേ, നവജീവനെ. അതുപോലെ തന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ 22 രൂപയാണ് വർദ്ധിപ്പിച്ചത്. നമുക്കറിയാം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗരങ്ങളിൽ നടക്കുന്ന പദ്ധതികളാണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയാണ് ഗ്രാമങ്ങളിൽ നടക്കുന്നത്. അപ്പം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്? 22 രൂപയാണ്. മറക്കല്ലേ. അപ്പോൾ ഈ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എത്രയാണെന്ന് ഓർത്തുവേണം. അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗ്രാമ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എത്രയാണെന്നൂടെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകണേ പരീക്ഷയ്ക്ക്. അടുത്തത് നമ്മുടെ കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം. പഞ്ചായത്ത് രാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിനിറ്റ്. കേരള പഞ്ചായത്ത് രാജ് ദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്നൊരു സംഭവമാണ്. കാരണം ഏപ്രിൽ 23 വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്, 24 വന്നിട്ടുണ്ട്. നമുക്ക് മാക്സിമം നമ്മളെ ഒന്ന് കറക്കാൻ വേണ്ടിയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫെബ്രുവരി 19 ആണ് വരുന്നത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം വരുന്നത്. അതായത് നമ്മൾ ബൽവന്തറായ് മേത്ത പഞ്ചായത്ത് രാജിന് നൽകിയ നമുക്കറിയാലോ, ബൽവന്തറായ് മേത്തയാണല്ലോ പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നത്. അപ്പം ബൽവന്തറായ് മേത്ത പഞ്ചായത്ത് രാജിന് നൽകിയ സംഭാവന കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി 19. അപ്പം ബൽവന്തറായ് മേത്തയുടെ ജന്മദിനമാണ് ഫെബ്രുവരി 19 വരുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്ത് ദിനമായി ആഘോഷിച്ചു വരുന്നു. പക്ഷേ 2013 വർഷത്തിൽ പഞ്ചായത്ത് ദിനം ഏപ്രിൽ 23 മാറ്റി കേട്ടോ. അതോടൊപ്പം 2013 ഈ പഞ്ചായത്ത് ദിനം ഏപ്രിൽ 23 മാറ്റിയെങ്കിലും അന്നത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ MK മുനീറിൻ്റെ താല്പര്യപ്രകാരം 2014 മുതൽ വീണ്ടും ഫെബ്രുവരി 19 തന്നെയാക്കി. അപ്പോൾ നമ്മുടെ ആൻസർ ഫെബ്രുവരി 19 മറക്കല്ല്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി 19. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമാണ് ഏപ്രിൽ 24. അപ്പം ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24. നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് ദിനം എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 19 ഫെബ്രുവരി 19 ആണ്. പിന്നെ അതിനെക്കുറിച്ച് പറയുമ്പം എന്താണ് പറയാനുള്ളത്? പിന്നെ കേരളത്തിലെ പഞ്ചായത്ത് ആക്ട് വന്നത് 1960 അത് ഓർത്ത് വെച്ചോണേ. 1960 നമ്മുടെ കേരള ആക്ട് നിലവിൽ വന്നത്. കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ വന്നത് 1960 അതുപോലെ തന്നെ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. കേരള പഞ്ചായത്ത് ആക്ട് നിയമം 1960 നിലവിൽ വന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഇപ്പോഴെങ്കിലും അല്ല, കുറച്ച് മുമ്പേ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത് 1/1/1962 1/1/1962 നിലവിൽ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 നിലവിൽ വന്നത് എന്നാണ്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 നിലവിൽ വന്നത് എന്നാണെന്ന് 23/4/1994. അപ്പം ഒന്ന് ഓർത്ത് വെച്ചാണ് നമ്മുടെ 73ാം ഭേദഗതിയിലൂടെ വന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു. കേരള പഞ്ചായത്ത് ആക്ട് 1960 നിലവിൽ വന്നത് 1/1/1962 അതുപോലെ തന്നെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 നിലവിൽ വന്നത് 23/4/1994 കേട്ടോ, മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നിലവിൽ വരുമ്പോൾ 991 കേട്ടോ. 991 പഞ്ചായത്തുകളുണ്ടായിരുന്നു നിലവിൽ വന്നപ്പം, ഈ നിയമം നിലവിൽ വന്നപ്പോൾ. ഇപ്പോൾ നമുക്ക് നിലവിൽ എത്ര എണ്ണമാണ്? 941 ഗ്രാമപഞ്ചായത്തുകളാണല്ലോ. അപ്പം ആക്ട് നിലവിൽ വന്നപ്പോൾ 991 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ എത്രയാണ്? 941 ഗ്രാമപഞ്ചായത്തുകളെ നിലവിലുള്ളൂ. ക്ലിയർ ആയേ? അടുത്തത്, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? അപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട്
പ്രകാരമാണ്. ഇത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങ് പഠിച്ചു വെച്ചോ. 2008 28ാം നമ്പർ ആക്ട് പ്രകാരമാണ്. അപ്പോൾ പഠിച്ചങ്ങ് വെച്ചോ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചോ. 2008 28ാം നമ്പർ ആക്ട് 2008 ആണ്. അപ്പോൾ ഓർത്ത് വെക്കാലോ, എളുപ്പമാണല്ലോ. 2008 28 അപ്പോൾ 2008 28ാം നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത്. മറക്കല്ലേ. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത്. അപ്പോൾ ഇവിടെ ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്കാണോ? അല്ലല്ലോ. മുഖ്യമന്ത്രിക്കാണോ? അല്ലല്ലോ. ചീഫ് സെക്രട്ടറിക്കാണല്ലോ. അല്ലേ. ഇവിടെ ജുഡീഷ്യൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഹൈക്കോടതിക്കായിരിക്കും അധികാരമുള്ളത്. മാർക്കല്ലേ. ഓപ്ഷൻ ബി ഹൈക്കോടതിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഓപ്ഷൻ ബി ആർക്കാണ്? ഹൈക്കോടതിക്കാണ് അധികാരം വരുന്നത്. ജുഡീഷ്യൽ വന്നുകൊണ്ട് അവിടെ ഹൈക്കോടതിക്കാണ് അധികാരം വരുന്നത് എന്ന് ഓർത്തു വെച്ചോ. അടുത്തത്, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതാണ്? ഉജ്ജീവനം പദ്ധതിയാണ്. മറക്കല്ലേ. അപ്പോൾ ഉജ്ജീവനം പദ്ധതി എന്താണ്? ഉജ്ജീവനം പദ്ധതി എന്ന് പറഞ്ഞാൽ വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ഡി ഉജ്ജീവനം പദ്ധതി. അപ്പോൾ ഞാൻ കുടുംബശ്രീ പദ്ധതികൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. കുടുംബശ്രീ പദ്ധതികൾ. അപ്പോൾ കുടുംബശ്രീ പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുടുംബശ്രീ പദ്ധതികളുണ്ട്, അതിൻ്റെ ക്ലാസ് ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. കുടുംബശ്രീ പദ്ധതികളുടെ ക്ലാസ് ഉടനെ തന്നെ ഇടുന്നതാണ്. മാക്സിമം നിങ്ങൾ നോക്കിക്കോ. മാക്സിമം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ കുടുംബശ്രീ പദ്ധതികൾ ക്ലാസ് ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം എന്നാണ്? കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം എന്നാണ്? 2022 മുതൽ 2027 വരെ. നമുക്കറിയാം ദേശീയ തലത്തിൽ ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി ഇല്ല. അതിന് പകരം എന്താണ് വന്നിരിക്കുന്നത്? നീതി ആയോഗ് വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും പഞ്ചവത്സര പദ്ധതി ഉണ്ട്. അപ്പോൾ കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്നാണ്? 2022 മുതൽ 2027 വരെ. പ്ലാനിംഗ് കമ്മീഷനാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി ഏതാണ്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ പദ്ധതി അല്ലാത്തതെന്നാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. താലോലം എന്ന് പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പദ്ധതി ശരിയാണ്, സ്നേഹപൂർവ്വം ആണ്. അതുപോലെ ശ്രുതി തരംഗവും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. കുടുംബശ്രീ ഒരിക്കലും ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയല്ല. നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഓപ്ഷൻ ഡി 4 ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കുടുംബശ്രീ അല്ല കേട്ടോ. അടുത്തത്, കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം ഏതാണ്? അപ്പോൾ കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദമാണ് വെച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ എന്താണ്? 243 ഐയും അതുപോലെ തന്നെ 243 വൈയുമാണ്. അപ്പോൾ ഓപ്ഷൻ എ അനുച്ഛേദം 243 ഐയും അതുപോലെ തന്നെ അനുച്ഛേദം 243 വൈയുമാണ്. അപ്പോൾ കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദമാണ് 243 ഐയും അതുപോലെ തന്നെ 243 വൈയും. മറക്കല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പം നിലവിലെ, അതായത് 6 ഫിനാൻസ് കമ്മീഷനാണ് വന്നിട്ടുള്ളത്, സാമ്പത്തിക കമ്മീഷനാണ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചോ. 6ാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയർ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞതാണ്. 6ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദാണ്. 6ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ SM വിജയാനന്ദാണ്. അപ്പം നമുക്ക് ഈ 6 ധനകാര്യ കമ്മീഷൻ വന്നിട്ടുള്ളതെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിരലെണ്ണാവുന്ന നമ്പറേ ഉള്ളല്ലോ. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ചിലപ്പം BSc ചോദിച്ചാലോ 6 എണ്ണം മാത്രമേ ഉള്ളല്ലോ. അപ്പം 6ാമത്തെ ഫിനാൻഷ്യൽ കമ്മീഷൻ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ്. അതുപോലെ തന്നെ 5ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? BA പ്രകാശാണ്. 5ാമത് BA പ്രകാശ്. 4ാമത് പ്രൊഫസർ MA ഉമ്മനാണ്. അതുപോലെ തന്നെ 3ാമത് KV രവീന്ദ്രനാഥ്. അതുപോലെ തന്നെ 2ാമത് പ്രഭാത് നായിക്. ആദ്യത്തെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആദ്യ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം PM എബ്രഹാം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? PM എബ്രഹാം. കേരള സംസ്ഥാന ഒന്നുകൂടെ പറയാം.
ആദ്യ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? PM എബ്രഹാം. അതുപോലെ തന്നെ രണ്ടാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? പ്രഭാത് നായിക്. മൂന്നാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? KV രവീന്ദ്രൻ നായർ. അതുപോലെ തന്നെ നാലാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? പ്രൊഫസർ MA ഉമ്മൻ. അഞ്ചാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? BA പ്രകാശ്. അതുപോലെ തന്നെ ആറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം SM വിജയാനന്ദ്. ഇത്രയും പേരുടെ പേരും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്ര പേരെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ D മെഡിസെപ്പ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മെഡിസെപ്പ് ആണ്. നിങ്ങൾ ഒരു വട്ടം നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതായിരിക്കും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അതുപോലെ തന്നെ സംസ്ഥാന ഗവർണറെ നിയമിക്കുന്ന ആരാണെന്ന് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്ന ആരാണ്? ആൻസർ ഓപ്ഷൻ D പ്രസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ്, തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഓരോന്ന് നോക്കാം. നമുക്ക് ഓരോന്ന് നോക്കിപ്പോവാം. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 ശരിയാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ബാലാമണിയമ്മയായിരുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? വനിതാ കമ്മീഷൻ്റെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണിയമ്മ അല്ലായിരുന്നു. ആദ്യ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരിയായിരുന്നു അധ്യക്ഷ വരുന്നത്. പിന്നെ 2023 ജനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് P സതീദേവിയാണ്. ശരിയായിട്ടുള്ളതാണ്. നിലവിലിപ്പം P സതീദേവിയാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? രണ്ടാമത്തെ അല്ലേ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ B ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1996 മാർച്ച് 14-നാണ്. 1996 മാർച്ച് 14-നാണ്. ആദ്യ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. പിന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ തന്നെ ഈ കമ്മീഷൻ അധ്യക്ഷയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. അധ്യക്ഷയുടെ കാലാവധി 5 വർഷമാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ് വരുന്നത്. നിലവിലിപ്പം P സതീദേവിയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോഴുള്ള മുഖ്യമന്ത്രി AK ആൻ്റണിയാണ്. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ്. 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു. ഈ പരീക്ഷ ചോദിച്ചപ്പം ഇത് 2022 ചോദിച്ചാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ്? 2022 ആരായിരുന്നു? ആൻ്റണി ഡൊമിനിക് ആയിരുന്നു. ഓപ്ഷൻ A ആൻ്റണി ഡൊമിനിക് ആണ്. അപ്പം നിലവിലാരാണെന്ന് ചോദിച്ചാൽ പറയണം K ബൈജുനാഥാണ്. അപ്പം നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് വരുന്നത് K ബൈജുനാഥാണ്. അപ്പോൾ K ബൈജുനാഥ് ആക്ടിംഗ് അധ്യക്ഷനാണ്, ആക്ടിംഗ് ചെയർമാനാണ്. ആക്ടിംഗ് എന്നാണ് അതിനകത്ത് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ ആക്ടിംഗ് എന്നാണ് വന്നത്. ഇതുവരെയും ചേഞ്ച് വന്നിട്ടില്ല, ഇനി ചേഞ്ച് വരില്ലായിരിക്കും. പരീക്ഷ കഴിയുന്നിടം വരെ ഇനിയിപ്പോൾ അത് തന്നെ ആയിരിക്കും ആവാൻ നമ്മളങ്ങ് പ്രാർത്ഥിച്ചു. അപ്പം നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ അധ്യക്ഷൻ ആരാണ്? K ബൈജുനാഥ്. ആക്ടിംഗ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചോണേ. അടുത്തത് കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണെന്ന് നമ്മൾ ഓർത്ത് വെച്ചാണ്. കേരള സ്റ്റേറ്റ് IT മിഷൻ ആണോ? അല്ല. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഞാൻ കുറച്ചൊന്ന് ഷോർട്ടായിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് കത്തും. കൈറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. കൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കൈറ്റ് ആണ് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതിയുടെ പേരാണ് കൈറ്റ്. കൈറ്റിൻ്റെ ഫുൾ ഫോമാണ്. ഇത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. കൈറ്റിൻ്റെ ഫുൾ ഫോമാണ് കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഈ കൈറ്റ് നിലവിൽ വന്നത് 2017 ഓഗസ്റ്റ് മാസമാണ്. ഇതിനു മുമ്പ് വരെ IT സ്കൂൾ എന്ന് പറഞ്ഞ സംതിങ് ആയിരുന്നു. IT മിഷനൊക്കെ ആയിരുന്നു. അതൊന്ന് ഡെവലപ്പ് ചെയ്ത് അതിനെല്ലാം സങ്കോചിപ്പിച്ച് പുതിയതായിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഈ കൈറ്റ് എന്ന് പറയുന്നത്. കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. ഇത് നിലവിൽ വന്നത് എന്നാണ് ഓർത്ത് വെച്ചാൽ 2017 ഓഗസ്റ്റിലാണ് ഇത് നിലവിൽ വന്നത് കേട്ടോ. കൈറ്റ് പദ്ധതി നിലവിൽ വന്നത് ഓഗസ്റ്റിലാണ്. പിന്നെ നമ്മുടെ കൈറ്റിൻ്റെ പദ്ധതികൾ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്.
അപ്പോൾ അതുകൂടെ ഓർത്ത് വെച്ചാൽ ഈ ഒരു എഡ്യൂക്കേഷൻ ബേസ് ചെയ്തുള്ള കൈറ്റിൻ്റെ പദ്ധതികളൊക്കെ ഒരു മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക ഇനി വരുന്ന എക്സാംസിന്. അപ്പോൾ കൈറ്റിൻ്റെ പദ്ധതികളായിട്ട് മെയിനായിട്ട് വരുന്നത് ഹൈടെക് സ്കൂളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഹൈടെക് സ്കൂളിനെ ഹൈടെക് ആക്കി വരുന്നത് ഹൈടെക് സ്കൂള്. അതുപോലെ തന്നെ സമേതം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. കൈറ്റിൻ്റെ പ്രധാന പദ്ധതികളൊന്നാണ് സമേതം. സമേതം എന്ന് പറഞ്ഞാൽ സ്കൂളുകളുടെ വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഏതൊക്കെ ക്ലാസ്സുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് സമേതം എന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു ഇതുണ്ട്, കൈറ്റിൻ്റെ മൂന്നാമത്തെ പദ്ധതിയാണ് കൂൾ എന്ന് പറഞ്ഞൊരു പദ്ധതി. കൂൾ, KOOL, കൂൾ എന്ന് പറഞ്ഞത്. അതായത് കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ആണ്. കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ആണ് വരുന്നത് കൂൾ എന്ന് പറഞ്ഞ പദ്ധതി. അപ്പോൾ ഒന്നുകൂടെ പറയാം, കൂൾ എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നാണ് പറഞ്ഞത്. അതിനകത്ത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഇപ്പം അധ്യാപകർക്കും പേരൻസിനും കുട്ടികൾക്കും ഒക്കെ ഉള്ള ഒരു ട്രെയിനിങ് സെക്ഷനാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ നമുക്കിപ്പം ടീച്ചർമാർക്ക് ഇപ്പം പഴയ പോലെ പണ്ടത്തെ കാലത്തൊന്നും ടീച്ചർമാർക്ക് മാത്രമേ ട്രെയിനിങ് കാണത്തുള്ളൂ. ഇപ്പോൾ അതുപോലെയല്ല, ടീച്ചർമാർക്കും ട്രെയിനിങ് ഓൺലൈനകത്ത് കയറി നടത്താം, പേരൻസിന് ട്രെയിനിങ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ട്രെയിനിങ് ഉണ്ട് അതിനകത്ത് തന്നെ. അപ്പം കൂൾ എന്ന് പറഞ്ഞ പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ അടുത്ത കാലത്ത് വന്നതാണ്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് വയ്ക്കും. കൂൾ എന്താണ്? കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്, ഓപ്പൺ ലേണിംഗ്. അധ്യാപകർക്കും പേരൻസിനും കുട്ടികൾക്കും ഉള്ള ട്രെയിനിങ് ആണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിക്ടേഴ്സ് ചാനൽ അറിയാമല്ലോ, നമ്മളെല്ലാം സ്ഥിരമായിട്ട് കാണുന്നതാണ്. വിക്ടേഴ്സ് ചാനൽ കുട്ടികൾക്കുള്ള ഇതാണ്. അതും കൈറ്റ് വിക്ടേഴ്സ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കൈറ്റിൻ്റെ തന്നെ ഒരു പദ്ധതിയാണ് വിക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ. വിക്ടേഴ്സ് ചാനൽ വന്നതെന്നാണെന്ന് ഓർക്കണം, 2006 വിക്ടേഴ്സ് ചാനൽ വന്നത്. പിന്നെ വിക്ടേഴ്സ് ചാനലിലെ പ്രോഗ്രാംസിൻ്റെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് നോക്കണേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക, വിക്ടേഴ്സിൽ ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കണം പരീക്ഷയ്ക്ക് മുമ്പ്. അതുപോലെ തന്നെ നമ്മുടെ സമഗ്ര പദ്ധതിയില്ലേ, അതുപോലെ തന്നെ അടുത്ത പദ്ധതിയാണ് സമഗ്ര എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ PSC ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ അതാണ് സമഗ്ര. അതുപോലെ തന്നെ സമ്പൂർണ്ണ എന്ന് പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ്. അതുപോലെ അത് സമ്പൂർണ്ണ എന്ന് പറഞ്ഞ പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, 1 മുതൽ 12 വരെയുള്ള കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അടങ്ങുന്ന കളക്ട് ചെയ്യുന്നൊരു പദ്ധതിയാണ് സമ്പൂർണ്ണ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പദ്ധതികൾ ജസ്റ്റ് ഓർത്ത് വെക്കണം. ഒന്നുകൂടെ പറയാം, കൈറ്റിൻ്റെ പ്രധാന പദ്ധതികൾ എന്ന് പറയുന്നത് ഏതാണ്? ഹൈടെക് സ്കൂള്, സമേതം, അതുപോലെ തന്നെ കൈറ്റ്സ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്, വിക്ടേഴ്സ്, സമഗ്ര, സമ്പൂർണ്ണ. ഇത്രയും പദ്ധതികൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കണം. ഇതിനകത്തുനിന്ന് ഒരു മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതെന്നാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കണ്ണൂരാണ്. അപ്പോൾ 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. മാർക്കല്ലേ, അത് നമുക്കറിയാമല്ലോ, സ്ഥിരം പണ്ടത്തെ ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഓപ്ഷൻ ഡി ആണ്, ലൈഫ് മിഷൻ പദ്ധതിയാണ്. അപ്പോൾ എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. അതായത് നമ്മുടെ ഇപ്പോഴത്തെ LDF സർക്കാരിൻ്റെ മെയിൻ പദ്ധതികളിൽ ഒന്നാണ്. അത് അവർ എപ്പോഴും പറയുന്നതാണ് ലൈഫ് മിഷൻ. ഇലക്ഷൻ കാലമായാലും ഒക്കെ അവർ എടുത്തെടുത്ത് പറഞ്ഞ ലൈഫ് മിഷൻ പദ്ധതികൾ പ്രകാരം ഞങ്ങൾ ഇത്ര പേർക്ക് വീട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനെ വെച്ച് കണക്ട് ചെയ്താണ് ലൈഫ് മിഷൻ. അപ്പോൾ എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്നുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതിയെ നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്നതാണ് ആർദ്രം പദ്ധതി മറക്കല്ലേ. ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആദ്യം മനസ്സിലാക്കുക. ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗത്തെ സമഗ്ര വികസന പദ്ധതിയാണ്. അപ്പോൾ ആരോഗ്യരംഗത്തെ സമഗ്ര വികസന പദ്ധതിയാണ് ഈ ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞാൽ. അതിനകത്താണെങ്കിലും ആശുപത്രികളുടെ വികസനം, അതുപോലെ തന്നെ ഇത് മരുന്നുകളുടെ എന്ത് തുടങ്ങിയെല്ലാം, ശിശുക്കളുടെ എല്ലാ വികസനം തുടങ്ങിയെല്ലാം നമ്മളെ ഇപ്പോൾ ആരോഗ്യരംഗത്തെ സമഗ്രമായിട്ടുള്ള വികസന പദ്ധതിയാണ് ഈ ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞാൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർദ്രം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആർദ്രം പദ്ധതി എന്താണ്? ആരോഗ്യരംഗത്തെ സമഗ്ര വികസന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഞാനൊന്ന് പറയാം. പ്രധാന ലക്ഷ്യങ്ങൾ വരുന്നത് ജനസൗഹൃദ ഔട്ട് പേഷ്യൻറ്റ് സേവനങ്ങളാണ്. ജനസൗഹൃദ ഔട്ട് പേഷ്യൻറ്റ് സേവനങ്ങൾ. അതുപോലെ തന്നെ PHSC എന്താണ്? പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ FHSC ആക്കുക. FHSC എന്താണ്? ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക. അപ്പോൾ PHSCകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബലരായ ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ പ്രതിരോധ സേവനങ്ങൾ കയ്യെത്തും ദൂരെ തന്നെ നൽകുക. അതുപോലെ തന്നെ ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ, നമ്മൾ പറഞ്ഞില്ല ആരോഗ്യ സേവനങ്ങളുടെ എല്ലാം ഒരു സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ആർദ്രം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക.
അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടതും അതുപോലെ തന്നെ ദുർബലരായ ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ പ്രതിരോധ സേവനങ്ങൾ കയ്യെത്തും ദൂരത്ത് തന്നെ നൽകുക, അതുപോലെ തന്നെ ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആർദ്രം പദ്ധതിയുടെ മെയിൻ ലക്ഷ്യങ്ങളാണ്, പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. അപ്പം ആർദ്രം പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത പറഞ്ഞാൽ സുഭിക്ഷ കേരളം പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് കോവിഡ് അനന്തരം സംസ്ഥാനത്തെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഭക്ഷ്യ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ്. അപ്പം നമുക്കറിയാം കോവിഡിനനന്തരം നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ ഭക്ഷ്യ സ്വയം പര്യാപ്ത വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. അടുത്തത് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ പദ്ധതി ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രളയാനന്തരം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ വികസന പദ്ധതികളും ഇതിൻ്റെ ഒരു കുടക്കീഴിലാണ്. അത് റോഡ് നിർമ്മാണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം. അതാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പോൾ ഓർത്ത് വെച്ചോ, കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അപ്പോൾ നോക്കാം നമുക്ക്. 1979 സ്ഥാപിതമായി. ശരിയാണ്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ 1979 സ്ഥാപിതമായി. ഡേറ്റ് ഓർക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇത് ഇയർ ഓർത്ത് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെയൊക്കെ. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ 1979 സ്ഥാപിതമായി. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതും ശരിയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുരയാണ്. അതുപോലെ തന്നെ ശ്രീമതി ജയ ഡാളി MV ആണ് ചെയർപേഴ്സൺ. അപ്പം ശ്രീമതി ജയ ഡാളി MV ആണ് ചെയർപേഴ്സൺ. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയായിട്ടുള്ളതാണ്. ഇതിനകത്ത് കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. അപ്പോൾ ഇത് കുറച്ച് സാമൂഹ്യക്ഷേമ പദ്ധതികളുണ്ട്, അതിനകത്ത് തെറ്റായ ജോഡി കണ്ടെത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതാ തെറ്റായതെന്ന് നോക്കാം. ആശാഭവൻ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസ ലക്ഷ്യം ശരിയായിട്ടുള്ളതാണ്. ആശാഭവൻ എന്ന് പറഞ്ഞാണ് മാനസികാരോഗം ഭേദമായവരുടെ പുനരധിവാസ ലക്ഷ്യം കൊണ്ടുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ മഴവിൽ പദ്ധതി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവിൽ പദ്ധതി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ്. അതുപോലെ പരിരക്ഷാ പദ്ധതി എന്താണ്, ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. ഇതെല്ലാം നമ്മൾ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ അടുത്ത ജോഡി എന്താണ്, 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം 1955 വന്നത്, 1975. അപ്പോൾ ഓർത്ത് വെച്ചോ, 1975 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി കേട്ടോ. 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത കണ്ടോ, വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്തു വന്നു. അപ്പോൾ വനിതാ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിതാണ്. അപ്പം പഠിച്ചു വെച്ചോ. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുന്നതാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. 1996 AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ശരിയാണ്, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ 1996 ഇത് രൂപീകരിച്ച്. അപ്പോൾ അന്നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്നു AK ആൻ്റണി. അതുപോലെ തന്നെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞത് ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവിയാണ്. നമുക്കറിയാം P സതീദേവിയാണ് ഇപ്പോഴത്തെ അധ്യക്ഷയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. അത് ഓർത്ത് വെക്കണേ. D ശ്രീദേവി, അതായത് ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഏതാണ് ഇവിടെ വരുന്നത്? എല്ലാം ശരിയല്ലേ? അപ്പോൾ എല്ലാം ശരി ഓപ്ഷൻ B ആണ് വരുന്നത്. ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 1, 2, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. അതായത് നമ്മൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തുടക്കത്തിലെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിരുന്നല്ലോ. അപ്പം നോക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. ശരിയായിട്ടുള്ളതാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. നമ്മൾ പഠിച്ചാണ് മുഖ്യമന്ത്രി ആണ്. അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? 2007 സമയത്ത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉമ്മൻചാണ്ടി അല്ലായിരുന്നു, VS അച്യുതാനന്ദനാണ്. 2007 സമയത്ത് VS അച്യുതാനന്ദനായിരുന്നു.
അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. ശരിയാണ്, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ സി 3 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുകൂടാതെ നമ്മളൊരു ക്ലാസ്സും ചെയ്തിട്ടുണ്ട്, കേരള ഭരണരംഗം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന്. ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന എന്നാണ്. ഇപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ചെയർപേഴ്സൺ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് MM പരീതപിള്ളയാണ്. ശരിയാണ്, ആദ്യത്തെ ചെയർപേഴ്സൺ MM പരീതപിള്ളയാണ്. നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. ആദ്യ ചെയർപേഴ്സൺ ജസ്റ്റിസ് MM പരീതപിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആൻ്റണിക് ഡൊമിനിക്കാണ്. ആൻ്റണിക് ഡൊമിനിക് അല്ല, ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഈ എക്സാം നടന്ന സമയത്ത് ആൻ്റണിക് ഡൊമിനിക് ആയിരുന്നു. അതുപോലെ ഇപ്പോൾ ആരാണ്? ആക്ടിംഗ് ചെയർപേഴ്സണാണ് K ബൈജുനാഥാണ് ഇപ്പം നിലവിലത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ S ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിട്ടുള്ളവരെ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചണം, ഡോക്ടർ S ബലരാമൻ അതുപോലെ തന്നെ ശ്രീ TK വിൽസൺ എന്നിവരായിരുന്നു ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിട്ട് വരുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് തന്നെ വെച്ചേക്കണം കേട്ടോ. നമ്മൾ ആ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അത് ഫസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓർത്തോണം, ഡോക്ടർ S ബലരാമനും ശ്രീ TK വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി കണ്ണൂരല്ലേ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം നിയമസഭാ മണ്ഡലം. കണ്ണൂരാണ് വരുന്നത്. അടുത്തത് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ഗവർണർക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള സംസ്ഥാനത്തെ അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർക്കാണ്. അതുപോലെ തന്നെ വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പോൾ കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏതാണ്? 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പരിപാടിയാണ്. പ്രീ പ്രൈമറി അല്ലേ, അതായത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പരിപാടിയാണ് കിളിക്കൊഞ്ചൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീച്ചർ ഇതിനകത്ത് ഭയങ്കര വൈറലായില്ല. ഇതിനകത്ത് ക്ലാസ് കൊടുത്ത്, അത് കൊറോണ ടൈമിലല്ലായിരുന്നു, ആ ഒരു ടീച്ചർ ക്ലാസ് എടുത്തില്ലായിരുന്നു. ആ ടീച്ചർ ഭയങ്കര വൈറലൊക്കെ ആയില്ലായിരുന്നു, ട്രോളുകളിലും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടൊക്കെ വന്നില്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കൊടുത്ത് വെച്ചാൽ മതി. കിളിക്കൊഞ്ചൽ എന്ന പരിപാടി 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിനോദ വിജ്ഞാന പരിപാടിയാണ്. അടുത്തത് ഒളിമ്പിക്സ് മെഡൽ നേടിയ PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് ഏത് വകുപ്പിലേക്കെന്നാണ് ഉള്ളതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പോൾ ഒളിമ്പിക്സ് മെഡൽ നേടിയ PR ശ്രീജേഷ് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻറ്റ് ഡയറക്ടറായിട്ടാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻറ്റ് ഡയറക്ടറായിട്ടാണ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത്. മറക്കല്ലേ. അതുപോലെ തന്നെ കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 14. സംവരണ നിയോജക മണ്ഡലങ്ങളാണ്. കേരളത്തിൽ എത്ര സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ടെന്നാണ് ഓപ്ഷൻ ബി 14. പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 ഉണ്ട്. അതുപോലെ തന്നെ പട്ടികവർഗ സംവരണ നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളാണ്. പട്ടികജാതി നിയോജക മണ്ഡലങ്ങൾ വരുന്നത് 14 സംവരണമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളായിട്ട് വരുന്നത് 2 അത് രണ്ടും വയനാട് ജില്ലയിലാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ലോകസഭയിൽ എത്ര മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ? ലോകസഭയിൽ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ 20 സീറ്റുകളാണുള്ളത്. അതിനകത്ത് 2 സംവരണമായിട്ട് വരുന്നത്. ഓർത്ത് വെച്ച് 2 സംവരണമായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ പട്ടികജാതിക്കാരുടെ കാര്യം പറയുവാണെങ്കിൽ പട്ടികജാതി വിഭാഗക്കാരുടെ കേരളത്തിൽ എത്ര ശതമാനം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9.1% വരുന്നത്. അതുപോലെ തന്നെ 9% വരുന്നത്. അതുപോലെ തന്നെ പട്ടികജാതി സാക്ഷരത എന്ന് പറയുന്നത് 88.7%. അതുപോലെ തന്നെ പട്ടികജാതി സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 1057. അതുപോലെ തന്നെ പട്ടികജാതി കുറിച്ച് പറയുമ്പം അതുപോലെ തന്നെ നമ്മുടെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 കേരളത്തിലെ മൊത്തം. പിന്നെ പട്ടികജാതി പറയുമ്പോൾ വിജ്ഞാൻ വീതി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വിജ്ഞാൻ വീതി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് പട്ടികജാതികളുടെ, അതായത് പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായിട്ട് ലക്ഷ്യമുള്ള കേന്ദ്രമാണ് വിജ്ഞാൻ വീതി. മറക്കല്ലേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ആൻസർ ഓപ്ഷൻ ഡി 2005. 2005 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്.
അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏതാണ്? ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, ജൂൺ മുതൽ സെപ്റ്റംബർ മാസമല്ലേ. ഇപ്പോഴല്ലേ നമ്മുടെ കാലത്ത് നമുക്ക് പ്രളയം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ജൂൺ മുതൽ സെപ്റ്റംബർ മാസം. ഈ മാസം ഇപ്പോഴേ മഴയുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം എത്രയാണ്? ഓപ്ഷൻ സി 1994 നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഏത് സംവിധാനത്തിനാണ്? അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? അല്ല. അതുപോലെ തന്നെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസാണോ? അല്ല. അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കാണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഇവയൊന്നുമല്ലെന്നാണ്. അപ്പോൾ ആർക്കാണ് ചുമതല വരുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വരുന്നത്, നടത്തിപ്പ് ചുമതല. അതുപോലെ തന്നെ സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്ന് പറയുന്നത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്ന് പറയുന്നത് നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു എന്നാണ്, മറക്കല്ലേ. അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ബാക്കി ഓപ്ഷൻസ് വരില്ല. അടുത്തത് ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അക്ഷയ കേന്ദ്രമാണ്. അക്ഷയ കേന്ദ്രമാണ്. ഓപ്ഷൻ ഡി അക്ഷയ കേന്ദ്രമാണ് വരുന്നത്. അപ്പം നമുക്കറിയാം ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. നമ്മൾ എന്തൊരു കാര്യമായാലും വലിയ ഓഫീസിൽ ഏതൊരു കാര്യത്തിന് അപേക്ഷ കൊടുക്കാൻ പോകുമ്പോഴും നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി അവർ വഴിയാണ് അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ അക്ഷയ കേന്ദ്രമാണ്. ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കേരള ഭരണരംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഗവേൺസിൻ്റെ പദ്ധതികൾ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഗവേൺസുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ പദ്ധതികളെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. മാക്സിമം നിങ്ങളത് കാണാൻ ശ്രമിക്കണം, കാണാതാരും പോലും പരീക്ഷയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത്. കുടുംബശ്രീ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്നാണ് 1908 മെയ് 17 നമ്മുടെ ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17. അടുത്തത് 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച ഗ്രാമം ഏതാണ്? പെരുങ്കുളമാണ്. ഓപ്ഷൻ ഡി പെരുങ്കുളമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഓപ്ഷൻ സി നൂറുമേനിയാണ്. അപ്പോൾ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നൂറുമേനി. കണ്ടോ, PC ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, വിക്ടേഴ്സ് ചാനലിലെ പരിപാടികൾ കുറച്ചെങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. തെറ്റല്ലേ? ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. അപ്പോൾ ഭരണഘടനാ പദവിയില്ല. അപ്പം ഇപ്പോഴേ ഓർത്ത് വെച്ചേക്കുക, ഭരണഘടനാ സ്ഥാപനമല്ല, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേട്ടോ. അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ, അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സംസ്ഥാന ധനകാര്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്, തെറ്റായിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റാണ്. സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്, ശരിയായിട്ടുള്ളതാണ്. അപ്പം റവന്യൂ മന്ത്രിയും വരും, കൃഷി മന്ത്രിയും വരും. റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ആൻസർ ഏത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2ഉം 4ഉം ആണ്. അടുത്തത്, കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്ന എന്നാണ്? ഒക്ടോബർ 13 ഒക്ടോബർ 13 പ്രത്യേകത എന്താണ്? നമ്മുടെ GB രാജയുടെ ജന്മദിനമാണ്. അപ്പം GB രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. അടുത്തത്, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്. അപ്പോൾ പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ ഡി 2019 ആണ്. അടുത്തത്, സംസ്ഥാന തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ സംബന്ധിച്ച പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? അപ്പോൾ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാന സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിക്കുന്നത്. കില വരും, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ വരും, കില വരുന്നതാണ്. ശുചിത്വ മിഷൻ വരുന്നതാണ്, കുടുംബശ്രീ വരുന്നതാണ്. കൈറ്റ് വരത്തില്ല, കൈറ്റ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് കൈറ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ, ഉൾപ്പെടാത്തത് കൈറ്റാണ്. അതുപോലെ തന്നെ കേരള വനം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വനം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? PG-യിലല്ലേ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്.
അടുത്തത് കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം 2-3 വർഷത്തിനോട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പം കുടുംബശ്രീ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമുക്ക് നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംവിധാനമാണ് കുടുംബശ്രീ. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിൽ ഒരിക്കലാണ് നടത്തേണ്ടത്. നമുക്കറിയാം കുടുംബശ്രീയിലൊക്കെ നിങ്ങളുടെ വീട്ടിലെ അമ്മമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കിയാൽ മതി. നമ്മുടെ കുടുംബശ്രീയിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിൽ ഒരിക്കലാണ് നടത്തേണ്ടത്. അതായത് താഴെ തട്ട് മുതലുള്ള. അതുപോലെ തന്നെ കുടുംബശ്രീ ത്രിതല സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബശ്രീ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ADS. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അയൽക്കൂട്ടമാണ്. കുടുംബശ്രീയുടെ ഇത് 3 വർഷത്തിലൊരിക്കലാണ്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 3 വർഷത്തിലൊരിക്കലാണ് ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. അതാണ് തെറ്റ്. ADS ആണ് തെറ്റായിട്ട് വരുന്നത്. ADS അല്ല, അയൽക്കൂട്ടമാണ് കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം. കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകം സംഘടനാ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുമ്പോൾ അയൽക്കൂട്ടമാണ്. അയൽക്കൂട്ടങ്ങളിൽ ചേരുന്നതാണ് ADS കേട്ടോ, മറക്കല്ലേ. പിന്നെ ആൻസർ ഓപ്ഷൻ A ആണ് വരുന്നത്. ഓപ്ഷൻ A അല്ല വരുന്നത്. 1, 2 അല്ല ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ C ആണ് വരുന്നത്. 1, 2 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് വരുന്നത്. അപ്പം വീട്ടിൽ കുടുംബശ്രീക്ക് പോകുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയാൽ അവരോട് ചോദിച്ചാൽ കുറച്ച് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും കേട്ടോ. അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുമെന്നാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറത്താണോ? ഫസ്റ്റ് തന്നെ തെറ്റല്ലേ. പാലക്കാടാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അതുപോലെ പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂരാണ്. ശരിയായിട്ടുള്ളതാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരമാണ്. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ളത്? ഇവിടെ ശരിയായ ജോഡിയാണ്. അപ്പം 2, 3 ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒന്നാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും ഒന്നാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുമെന്നാണ്. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം ശരിയായിട്ടുള്ളതാണ്. VR കൃഷ്ണയ്യർ വ്യവസായം തെറ്റാണ്. VR കൃഷ്ണയ്യർ നിയമവകുപ്പ് മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ AR മേനോൻ ആരോഗ്യവകുപ്പാണ്. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ 1, 3 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1, 3 ഏതാണ് വരുന്നത്? ഓപ്ഷൻ A ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഒന്നാം EMS സർക്കാരിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം, മറക്കല്ല്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കും. അപ്പോൾ പഠിച്ചു വെച്ചോ. നമുക്കറിയാം EMS ആയിരുന്നു മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അതെല്ലാവർക്കും ഒന്നാം EMS സർക്കാരിൻ്റെ മുഖ്യമന്ത്രി EMS ആയിരുന്നു. EMS നമ്പൂതിരിപ്പാടാണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. C അച്യുതമേനോനാണ് ധനമന്ത്രി. അതുപോലെ തന്നെ ടി വി തോമസ് ആയിരുന്നു ഗതാഗതം തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഭക്ഷണവും വനം വകുപ്പ് മന്ത്രി ഭക്ഷ്യവകുപ്പും വനവകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത് KC ജോർജ് ആണ്. അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി KP ഗോപാലനാണ്. അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി TA മജീദാണ്. TA മജീദ് ആയിരുന്നു പൊതുമരാമത്ത് മന്ത്രി. അതുപോലെ തന്നെ PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു തദ്ദേശ സ്വയംഭരണം. അതുപോലെ തന്നെ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ സഹകരണം. അപ്പോൾ വിദ്യാഭ്യാസ സഹകരണം ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. അതുപോലെ തന്നെ KR ഗൗരിയമ്മയായിരുന്നു ലാൻഡ് ആൻഡ് റവന്യൂ വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ VR കൃഷ്ണയ്യർ നിയമവകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ AR മേനോനായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പം ജസ്റ്റ് ഇത്ര നോക്കിയിട്ട് പോണേ. ജസ്റ്റ് എളുപ്പമാണ് പഠിക്കാൻ. അപ്പം ജസ്റ്റ് അത് നോക്കിയിട്ട് പോകണം. പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിച്ചാലും. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി ശരിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴ തെറ്റല്ലേ. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം എവിടെയാണ് വരുന്നത്? ആലപ്പുഴയിലല്ല വരുന്നത്. പിന്നെ എവിടെയാണ്? കൊല്ലത്താണ് വരുന്നത് കേട്ടോ, കൊല്ലത്താണ് വരുന്നത്. അതുപോലെ തന്നെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരത്താണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണ് വരുന്നത്? 1, 3 അല്ലേ. ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു മിനിറ്റ്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. ഓപ്ഷൻ D സജി ചെറിയാനാണ്. അപ്പോൾ നമ്മുടെ മന്ത്രിമാരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതിനകത്ത് ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതായത് ചേഞ്ച് ആരാണ് വന്നിട്ടുള്ളത്? അപ്പം നിലവിലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കേരള മന്ത്രിസഭ നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക്. എന്തായാലും അതിനകത്തുനിന്ന് ഒരു മാർക്ക് ചോദിക്കും. OR കേളുവാണ് പുതിയ മന്ത്രിയായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ വന്നിട്ടുള്ളത്. അപ്പം അത് ജസ്റ്റ് നോക്കിയിട്ട് വേണം, കേരള മന്ത്രിസഭ എന്ന് നോക്കിയിട്ട് വേണം. അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഇനി വരുന്ന പരീക്ഷയ്ക്ക്. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്?
നമ്മളെല്ലാം പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഓപ്ഷൻ ഡി MR ബൈജു ആണ് വരുന്നത്. ഓപ്ഷൻ ഡി MR ബൈജു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് പെടുന്നത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത് വരും, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇതല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓപ്ഷൻ ബി താലൂക്കാണ് പെടാത്തത്. അപ്പോൾ ജസ്റ്റ് കേൾക്കുമ്പോൾ അറിയാമല്ലോ. അതുപോലെ തന്നെ നമുക്ക് 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഇപ്പോഴേ പഠിച്ചു വേണേൽ 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ 14 ജില്ലാ പഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, അതുപോലെ തന്നെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. താഴെ പറഞ്ഞ ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതെന്ന് കണ്ടെത്തുക. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. ഓപ്ഷൻ എ പെരിയാറാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ലയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്തായ പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ കേരള ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട് 2021, 22, 23, 24 നമ്മുടെ LDC ലെവലിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ മാക്സിമം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന രീതിയിലാണ് നമ്മൾ ഇത്രയും നീണ്ട ക്ലാസ് ചെയ്തത്. മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ LDC പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തുകൊണ്ടൊന്ന് കൊടുക്കുക, അവർക്കൂടൊന്ന് ഉപകാരപ്പെടട്ടെ. അതുപോലെ തന്നെ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിനു മുമ്പത്തെ അതോടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതായത് പ്രീവിയസ് ബേസ് ചെയ്തായിരിക്കും ഭരണരംഗമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പ്രീവിയസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ LDC പോലുള്ള എക്സാംസിനൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ പദ്ധതികളുണ്ട്. അതായത് കുടുംബശ്രീ പദ്ധതികളുടെ ഒരു ക്ലാസ് ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. മാക്സിമം കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഗവേൺസ്, അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. എന്ത് അഭിപ്രായം വേണമെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പം ഏതെങ്കിലും ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇത്ര നീളത്തിൽ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. അപ്പം പുതിയൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ ഹോട്ട് ടോപ്പിക്സിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ഉടനെ തന്നെ നമ്മൾ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.